5 വർഷമോ അതിൽ കൂടുതലോ ശിക്ഷ ലഭിക്കാവുന്ന കുറ്റത്തിന് അറസ്റ്റിലായി 30 ദിവസം ജയിലിൽ കഴിയേണ്ടി വരുന്ന മന്ത്രിമാർക്ക് ഒരു മാസത്തിനകം സ്ഥാനം നഷ്ടപ്പെടുന്ന വിവാദ ബിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ ലോക്സഭയിൽ അവതരിപ്പിച്ചു. ഭരണഘടനാ ഭേദഗതി ബില്ലിനെതിരെ പ്രതിപക്ഷം ശക്തമായ പ്രതിഷേധമാണ് ഉയർത്തിയത്. ബില്ല് കീറിയെറിഞ്ഞായിരുന്നു പ്രതിപക്ഷ പ്രതിഷേധം. ഇതോടെ ലോക്സഭാ നടപടികൾ നിർത്തിവെച്ചു. പിന്നീട് സഭ വീണ്ടും ചേർന്നു. ഇതിനുള്ള 3 ബില്ലുകളാണ് അവതരിപ്പിച്ചത്. ഇന്ന് സംയുക്ത പാർലമെന്ററി സമിതിയുടെ പരിഗണനയ്ക്ക് വിട്ടു. അഴിമതി കുറയ്ക്കാനും ഭരണത്തിലെ സുതാര്യതയ്ക്കും വേണ്ടിയാണ് ബില്ലെന്നാണ് കേന്ദ്രം വിശദീകരിക്കുന്നത്. ഫെഡറൽ സംവിധാനം തകർക്കുന്നതാണ് ബില്ലെന്ന് കോൺഗ്രസ് ആരോപിച്ചു. ബിൽ അവതരണത്തെ തുടർന്ന് നാടകീയ രംഗങ്ങളാണ് ലോക്സഭയിൽ അരങ്ങേറിയത്. ബിൽ അവതരണത്തിനിടെ സഭയിൽ കയ്യാങ്കളി വരെ എത്തി. അമിത്ഷായ്ക്ക് നേരെ ബില്ല് വലിച്ചു കീറിയെറിഞ്ഞാണ് പ്രതിപക്ഷം പ്രതിഷേധിച്ചത്. ബിൽ അവതരിപ്പിക്കുന്നതിനിടെ അമിത്ഷാ മുൻപ് അറസ്റ്റിലായിട്ടുണ്ടെന്നും രാജിവെച്ചിരുന്നു എന്നും KC വേണുഗോപാൽ ചോദിച്ചു. കേസെടുത്തപ്പോൾ രാജിവെച്ചെന്നായിരുന്നു അമിത്ഷായുടെ മറുപടി. തന്നെ കുറ്റവിമുക്തനാക്കും വരെ ഒരു പദവിയും ഏറ്റെടുത്തിട്ടില്ലെന്നും അമിത്ഷാ മറുപടി നൽകി. ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനുള്ള തന്ത്രമാണ് ബില്ലെന്ന് പ്രിയങ്ക ഗാന്ധി ലോക്സഭയിൽ പറഞ്ഞു. നാളെ നിങ്ങൾക്കൊരു മുഖ്യമന്ത്രിക്കെതിരെ ഏത് തരത്തിലുള്ള കേസും ചുമത്താം. ശിക്ഷിക്കപ്പെടാതെ 30 ദിവസത്തേക്ക് ജയിലിലിടാം. അദ്ദേഹത്തെ മുഖ്യമന്ത്രി കസേരയിൽ നിന്നും പുറത്താക്കാം. ഇത് തികച്ചും ഭരണഘടനാ വിരുദ്ധവും ജനാധിപത്യ വിരുദ്ധവും നിർഭാഗ്യകരവുമാണെന്നും പ്രിയങ്ക ഗാന്ധി പറഞ്ഞു. പ്രധാനമന്ത്രിയെ അറസ്റ്റ് ചെയ്യുമെന്നായിരുന്നു അസദുദ്ദീൻ ഒവൈസിയുടെ ചോദ്യം. രാജ്യത്ത് പോലീസ് രാജ് നടപ്പിലാക്കാനാണ് BJP ആഗ്രഹിക്കുന്നത്. അധികാരം ശാശ്വതമല്ലെന്ന് BJP മറക്കുകയാണെന്നും ഒവൈസി പറഞ്ഞു. തൃണമൂൽ അംഗങ്ങൾ ബില്ല് കീറിയെറിഞ്ഞു. നടുത്തളത്തിലിറങ്ങി പ്രതിപക്ഷം പ്രതിഷേധിച്ചു. തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാരുകളെ അസ്ഥിരപ്പെടുത്താനുള്ള നീക്കമെന്ന് ഒവൈസിയും ഭരണഘടനയെ തകർക്കുന്ന ബില്ലെന്ന് മനീഷ് തിവാരിയും പ്രതിഷേധം അറിയിച്ചു. സംസ്ഥാനങ്ങളുടെ അധികാര പരിധിയിലുള്ള കടന്നുകയറ്റമാണ്. പാർലമെന്ററി ജനാധിപത്യത്തെ തകർക്കുന്ന ബില്ലാണ്. നടുത്തളത്തിൽ മുദ്രാവാക്യം വിളിച്ച് പ്രതിഷേധിച്ച തൃണമൂൽ കോൺഗ്രസ് അംഗങ്ങളും ബില്ലും കീറിയെറിഞ്ഞു. ബിൽ അംഗങ്ങൾക്ക് നൽകിയില്ലെന്ന് ചൂണ്ടിക്കാട്ടി NK പ്രേമചന്ദ്രൻ MP എന്തിനാണ് അനാവശ്യ തടുക്കുമെന്നും ചോദിച്ചു. ഇതിനെ പ്രതിരോധിക്കാൻ അമിത്ഷാ ചാടി എണ്ണീറ്റു. ഇതിനിടെ പ്രതിഷേധം രൂക്ഷമായി. പ്രേമചന്ദ്രന്റെ ചോദ്യത്തിന് മറുപടിയായി ബില്ല് JPCക്ക് വിടാമെന്ന് അമിത്ഷാ പറഞ്ഞു. ബില്ല് ചട്ടപ്രകാരമാണെന്നായിരുന്നു അമിത്ഷാ വിശദീകരിച്ചത്. മന്ത്രിമാർക്കെതിരെ ഉണ്ടാകുന്ന അഴിമതി ആരോപണങ്ങൾ കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ ബില്ലെന്നാണ് കേന്ദ്ര സർക്കാർ വിശദീകരണം. അഴിമതി കേസിൽ ഉൾപ്പെടെ അറസ്റ്റിലായി 30 ദിവസം ജയിലിൽ കഴിഞ്ഞാൽ 31 ദിവസം മന്ത്രിമാർക്ക് സ്ഥാനം നഷ്ടപ്പെടുമെന്നാണ് ബില്ലിൽ പറയുന്നത്. പ്രധാനമന്ത്രിക്കും മുഖ്യമന്ത്രിമാർക്കും ഇത് ബാധകമാണ്.